ഇന്നത്തെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് മക്കളുടെ വികൃതിയാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുള്ള ഒരു ജനറേഷനാണ് ഇപ്പം അല്ലെ. അവർക്ക് ആക്രമിക്കാനുള്ള സ്വഭാവം, അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും അവർക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ എറിഞ്ഞുടയ്ക്കുന്നു, നശിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ള കുട്ടികൾ ഉള്ള മാതാപിതാക്കൾക്ക് ഇന്നും എപ്പോഴും ടെൻഷനാണ് അല്ലെ. അപ്പം ഇത്തരം സാധാരണ ഇപ്പോൾ കുട്ടികളുടെ മൊബൈൽ ഉപയോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മൊബൈൽ അഡിക്ഷൻ കൂടുതലുള്ള കുട്ടികൾക്കും അതുപോലെ ഒരുപാട് ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾക്കും എല്ലാം ചെയ്യാവുന്ന ഒരു ഇഫക്റ്റീവായിട്ടുള്ള ടെക്നിക്ക്, അതായത് അവരെ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റിയിലേക്ക് നിങ്ങൾ എൻഗേജ് ചെയ്യാം. അതായത് ഫുട്ബോൾ കളിക്കാൻ വിടുക, ക്രിക്കറ്റ് കളിക്കാൻ വിടുക. അതുപോലെ ഫിസിക്കലി അവർക്കൊരു ടയർഡ്നെസ് തോന്നുന്ന വിധത്തിലുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ ഫോക്കസ് ചെയ്യിപ്പിച്ചാൽ മൊബൈൽ ഉപയോഗവും അതുപോലെ തന്നെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുടെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് ധാരാളം എനർജി ഉണ്ടാവും. പൊതുവേ കുട്ടികൾക്ക് വളരെ എനർജി ഉണ്ടാവും. ആ എനർജി അവർക്ക് എവിടെയെങ്കിലും ഒന്ന് യൂട്ടിലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് അവർക്കൊന്ന് കാമാവാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എനർജി കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാനുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിലേക്ക് അവരെ എൻഗേജ് ചെയ്താൽ മൊബൈൽ അഡിക്ഷനിൽ നിന്നും കുറേയൊക്കെ അവർ രക്ഷപ്പെടും. അതുപോലെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളിൽ ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾക്കും കുറച്ച് കുറവ് വരും. കാരണം അവരുടെ എനർജി കുറച്ചധികം റിലീസായി പുറത്തേക്ക് പോകും.